ആകാശവാണി വിദ്യാഭ്യാസ രംഗം. വിജയവാണി SSLC പരീക്ഷാ സഹായി. 10ാം ക്ലാസ് ഹിന്ദി മാതൃകാ ചോദ്യപേപ്പർ അവലോകനം. അവതരിപ്പിക്കുന്നത് വെഞ്ഞാറമൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സഫീന BVS. प्यारे बच्चों नमस्कार. आज हमें SSLC हिंदी परीक्षा के प्रश्न पत्र का नमूना देखें. കുട്ടികളെ, ഇത് ഒരു ചോദ്യ മാതൃക മാത്രമാണ്. പരീക്ഷയുടെ സ്കോർ 40-നാണെന്നും ദൈർഘ്യം 1.5 മണിക്കൂറാണെന്നും അറിയാമല്ലോ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമുണ്ട്. ഈ സമയം ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിൽ ഉത്തരങ്ങൾ തയ്യാറാക്കി വയ്ക്കാമല്ലോ. ചോദ്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ ക്രമമായി ഉത്തരം എഴുതുന്നതായിരിക്കും ഉചിതം. ചോദ്യത്തിലേക്ക് കടക്കാം. ഓരോ പാഠത്തിൽ നിന്നും പാസേജ് തന്നിട്ടായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക. സൂചന: खिड़की लघुकथा का यह अंश पढ़ें और प्रश्न 1 और 2 के उत्तर लिखें. बेटी को गोद में बिठा रेलगाड़ी की खिड़की से झांकता मैं सोच रहा था, मेरे पिता भी रेलगाड़ी में सामान बेच जब थके हारे घर आते तो उनकी आंखों में भी वही नमी थी जो आज उस युवती की आंखों में थी. ഒന്നാമത്തെ ചോദ്യം. उनकी आंखों में भी वही नमी थी. किसकी आंखों में? का पति की, ख पिता की, ग पत्नी की, ഖ ബേട്ടി की. ഈ ചോദ്യത്തിന് സംശയമില്ലാതെ തന്നെ ഉത്തരം എഴുതാൻ കഴിയുമല്ലോ. ഖ പിതാക്കി. രണ്ടാമത്തെ ചോദ്യം. ट्रेन यात्रा के अनुभवों के बारे में पति ने अपनी डायरी में क्या क्या लिखा होगा? पति की उस दिन की डायरी तैयार करें. अथवा कम रुपए में शालें खरीदने पर भी पत्नी खुश नहीं थी, पत्नी की उस दिन की डायरी तैयार करें. ചോദ്യം മനസ്സിലാക്കി സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിൽ ഡയറി എഴുതുക. താരീഖ് के साथ आत्मनिष्ठ शैली में अपने विचारों को उचित भाषा में उत्तम ढंग से प्रस्तुत करना. ഡയറി എഴുതാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെ കത്ത് എഴുതാനായും ചോദിക്കാം. സന്ദർഭം ഒന്നായാലും കത്തിൻ്റെ രൂപരേഖയനുസരിച്ച് എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥാൻ, तारीख, संबोधन, स्वनिर्देश आदि के साथ कलेवर प्रस्तुत करना है. सूचना: दिल्ली में उनींदे संस्मरण का यह अंश पढ़ें और 3 से 5 तक के प्रश्नों के उत्तर लिखें. मुझे नहीं मालूम अच्छा दिन क्या होता है, 2 वक्त की रोटी मिल जाए गनीमत है. यह मेरा पहला पाठ है. हम एक ही शहर में रहते हुए 2 अलग अलग मौसमों में रहते हैं. മൂന്നാമത്തെ ചോദ്യം. വിശേഷൺ ശബ്ദ് ചുൻകർ ലിഖേ. ക വക്ത്, ഖ മൗസം, ഗ ഗനീമത്, ഖ പഹല. വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി വിശേഷണ പദം ഏതെന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഖ പഹല. 4. രാജാറാം കെ ലിയെ അച്ഛാ ദിൻ ക്യാ ഹോത്താ ഹെ. 5. അലഗ് അലഗ് മൗസമോ മേ രഹത്തെ ഹെ, കോൻ ഓർ കെയ്സെ. ഈ 2 ചോദ്യങ്ങളും വിശ്ലേഷണാത്മക ചോദ്യങ്ങളാണ്. ഇവയുടെ ഉത്തരം 1-2 വാക്യത്തിൽ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ. ചില ചോദ്യങ്ങളുടെ ഉത്തരം പാസേജിൽ കാണാൻ സാധ്യതയില്ല. അതിന് മുന്നിലോ പിന്നിലോ അതിൻ്റെ വിശദീകരണം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ചോദ്യമാണ് ഇത്. സൂചന: एक दिन का कविता का यह अंश पढ़ें, प्रश्न 6 और 7 के उत्तर लिखें. जब किसी ढब से निकल तिनका गया तब समझने यो मुझे ताने दिए, एंडता तू किस लिए इतना रहा, एक तिनका है बहुत तेरे लिए. 6. ചോദ്യം. समझ का अर्थ क्या है? का विवेक, ख विचार, ग दुख, ख अहंकार. उत्तरम का विवेक. 7. कवि और कविता का परिचय देते हुए कवितांश का आशय लिखे. ഈ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുമ്പോൾ കവിയെക്കുറിച്ചും കവിതയെക്കുറിച്ചും പരാമർശിക്കണം. ചുരുങ്ങിയ വാക്കുകളിൽ കവിതയിലൂടെ കവി എന്താണ് പറയുന്നതെന്നും പ്രസ്തുത വരികളിലെ ആശയം
എന്താണെന്നും വ്യക്തമായി നല്ല ഭാഷയിൽ അവതരിപ്പിക്കണം. कवि और कविता का संक्षिप्त परिचय देते हुए पंक्तियों का आशय उचित भाषा में प्रस्तुत करना है. सूचना: परी लड़की कहानी का यह अंश पढ़ें और 8 से 10 तक के प्रश्नों के उत्तर लिखें. एक गलत कदम का मतलब था मौत, मेरी मौत, उसकी मौत. जब सही समय आया तो उसने बाढ़ के पार से एक सेब फेंका. എട്ടാമത്തെ ചോദ്യം 2 ഉണ്ട്. का मेरी मौत, उसकी मौत, यहाँ मेम सर्वनाम किसके लिए प्रयुक्त है? यह प्रश्न सर्वनाम को पहचानने के लिए है. ഉത്തരം കണ്ടെത്താൻ പ്രയാസമില്ല, ഹർമൻ. പക്ഷേ സർവനാമവും പരസർഗവും പിരിച്ചെഴുതുന്ന രീതിയിലും പരസർഗയുക്ത സർവനാമത്തിൽ നിന്ന് സർവനാമത്തെ കണ്ടെത്തുന്ന രീതിയിലും ഈ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് വഹ് പ്ലസ് കാ ഉസ്കാ, വഹ് പ്ലസ് കീ ഉസ്കാ, വഹ് പ്ലസ് കെ ഉസ്കാ, വഹ് പ്ലസ് കോ ഉസ്കാ. ഇതിൽ സഹി വികൽപ്പ് ചുൻകർ ലിഖേം എന്നും ഉസ്കാ മേ നിഹിത് സർവനാം കോൻസാ ഹെ എന്ന രീതിയിലും ഈ ചോദ്യം ചോദിക്കാവുന്നതാണ്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഖ നമൂനെ കെ അനുസാർ ലിഖേ. ലഡ്കി സേബ് ഫേങ്ക്തി ധി, ലഡ്കി സേബ് ഫേങ്ക്തി ഹെ. ലഡ്ക ഇന്തസാർ കർത്താ ധാ. അടുത്ത് ഡാഷ്. ഇവിടെ ടെൻസാണ് മാറ്റേണ്ടത്. ഭൂതകാലത്തെ വർത്തമാനകാലത്തിലേക്ക് മാറ്റി എഴുതണം. മാതൃക തന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ലിംഗവചനത്തിനനുസരിച്ച് ക്രിയ മാറുന്നത് ഓർക്കുമല്ലോ. അതായത് കർത്ത, ക്രിയ, അന്വതി. അപ്പോൾ ഉത്തരം ലഡ്ക ഇന്തസാർ കർത്താ ഹെ. ഒൻപതാമത്തെ ചോദ്യം. യഹാ ഗലത്ത് കദം ക്യോ കഹാ ഗയാ ഹെ. 2 മാർക്കിനുള്ള വിശ്ലേഷണാത്മക ചോദ്യമാണിത്. 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. 10ാമത്തെ ചോദ്യം. പ്രസ്തുത പ്രസംഗ് കെ ആധാർ പർ പട്കഥാ കാ एक दृश्य लिखे. अथवा हरमन और उस लड़की के बीच हुए संभावित वार्तालाप तैयार करें. തിരക്കഥ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? दृश्य का विवरण, समय व स्थान का संकेत, पात्रों का जिक्र एवं पात्रों का बीच का संवाद आदि जोड़कर पटकथा का एक दृश्य लिखना. ദൃശ്യം ഏതാണ്, എവിടെയാണ് നടക്കുന്നത്, എപ്പോഴാണ്, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അവർ തമ്മിലുള്ള സംഭാഷണം എന്നിവ ഉൾപ്പെടുത്തുക. ഇനി സംഭാഷണം തയ്യാറാക്കാനാണെങ്കിലോ സന്ദർഭത്തിന് അനുസരിച്ച് ഉചിതമായ വാക്യങ്ങളോ വാക്യാംശങ്ങളോ ഉൾപ്പെടുത്തി തയ്യാറാക്കാം. അടുത്ത സൂചന. റെയിൻ ബസേരെ में यात्रा व्रत का एक अंश पढ़ें और 11 से 13 तक के प्रश्नों के उत्तर लिखें. शिक्षक दिवस के अवसर पर पूरे देश में अनगिनत शिक्षकों का सम्मान किया जाता है. मेरे शहर में मेरा भी कई बार सम्मान हो चुका है, लेकिन उस रात को भय और आतंक के साये में ही सही मुझे जो सम्मान मिला वह अपूर्व था. 11ാമത്തെ ചോദ്യം. लेखक उस रात को मिला सम्मान को अपूर्व मानता है, क्यों? ചോദ്യത്തിൻ്റെ ആശയം മനസ്സിലാക്കി 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക. 12ാമത്തെ ചോദ്യം. വാക്യ വിസ്താർ കരേ. ബ്രാക്കറ്റിൽ പൂരേ ദേശ് കെ ശിക്ഷക് ദിവസ് പർ ശിക്ഷകോं का. ആദ്യത്തെ സെൻറ്റൻസ് ആദർ കിയാ ജാത്താ ഹെ. തുടർന്നുള്ള 3 സെൻറ്റൻസ് ഈ ബ്രാക്കറ്റിൽ നിന്നുള്ള ഉചിതമായ പദങ്ങൾ ഉപയോഗിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അർത്ഥപൂർണമായ 3 വാക്യങ്ങൾ നിർമ്മിക്കുക. 13ാമത്തെ ചോദ്യം. नीचे दिए प्रस्ताव पढ़ें और सही विकल्प चुनकर लिखें. 1. पागल आदमी ने किताबों को फेंका. 2. पागल आदमी ने कानी कौड़ी तक नहीं ली. 3. पागल आदमी ने यात्रियों को बहुत परेशान किया. 4. पागल आदमी ने चाबुक से मारा. ഈ 4 പ്രസ്താവനകളിൽ ശരിയായ വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണം. ക 1 और 4 सही है. ഖ 2 और 4 सही है. ഗ 2 और 3 സഹി ഹെ. ഖ 3 और 4 സഹി ഹെ. ഇവിടെ ഉത്തരം
2 और 3 सही है. गा. അടുത്ത ചോദ്യം. सूचना. गैलीलियो लेख का यह अंश पढ़ें. प्रश्न 14 और 15 के उत्तर लिखें. गैलीलियो ने पहली बार विज्ञान में गणित या हिसाब का प्रयोग इतना ज़्यादा किया कि लोग उसे गैलीलियो हिसाबी कहने लगे. 14ാമത്തെ ചോദ്യം. किसको गैलीलियो हिसाबी कहने लगे और क्यों? ഇത് 2 മാർക്കിനുള്ള ചോദ്യമാണ്. 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക. 15. संकेतों की सहायता से गैलीलियो के चरित्र पर टिप्पणी लिखे. പോയിന്റുകൾ തന്നിട്ടുണ്ട്. परिसर का निरीक्षण करना, जीवन में स्वयं निर्णय लेना, सबूतों का आश्रय लेना, चुनौतियों का स्वीकार करना. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ സഹായത്തോടെ പാഠഭാഗത്തെ ആസ്പദമാക്കി ഉചിതമായ ഭാഷാപ്രയോഗത്തിൽ സംക്ഷിപ്തമായ രീതിയിൽ ഗലീലിയോയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. SCERTയുടെ പരിഷ്കരിച്ച ചോദ്യമാതൃകയിൽ പാഠപുസ്തകത്തിന് പുറത്തുനിന്നുള്ള ഗദ്യഭാഗങ്ങളോ പദ്യഭാഗങ്ങളോ വായിച്ച് ആശയഗ്രഹണം നടത്തി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതായിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങളാണ് ഇനിയുള്ളവ. സൂചന. नीचे दिए खंड पढ़ें. प्रश्न 16 और 17 के उत्तर लिखें. 6 अगस्त 1945 की सुबह अमेरिकी वायुसेना ने जापान के हिरोशिमा पर परमाणु बम लिटिल बॉय गिराया था. 3 दिन बाद नागासाकी में भी बम गिराया था. इन हमलों के बाद जापान ने मित्र राष्ट्रों के सामने आत्मसमर्पण कर दिया, जिससे द्वितीय विश्वयुद्ध समाप्त हो गया. 16ാമത്തെ ചോദ്യം. हिरोशिमा पर गिराए गए बम का नाम क्या था? उत्तरम स्पष्टമാണ്. लिटिल बॉय. 17. मान लें अंतर्राष्ट्रीय शांति दिवस सितंबर 21 को युद्ध विनाशकारी है विषय पर आपके स्कूल में एक संगोष्ठी चलाने का निश्चय किया है. इसके लिए एक पोस्टर तैयार करें. अथवा युद्ध के विरुद्ध संदेश देते हुए एक संदेशात्मक പോസ്റ്റർ തയ്യാർ കരേ. ഇവിടെ 2 രീതിയിലുള്ള പോസ്റ്ററും ചോദിച്ചിട്ടുണ്ട്. സംഗോഷ്ഠി, അതായത് സെമിനാർ, ഇത് ഒരു പ്രോഗ്രാം പോസ്റ്ററാണ്. ഇതിൽ വിഷയം, സ്ഥലം, തീയതി എന്നിവയോടൊപ്പം സബ്കാ സ്വാഗത് എന്നിവയും കൂടി ഉൾപ്പെടുത്തി ആകർഷകമായ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കുക. സന്ദേശ പോസ്റ്ററിൽ 3-4 സന്ദേശവാക്യങ്ങൾ ഉൾപ്പെടുത്തി ആകർഷകമായ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കാം. പാഠപുസ്തകം നന്നായി വായിച്ച് ഓരോ പാഠത്തിലെയും ആശയം ഹിന്ദിയിൽ തന്നെ എഴുതി പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും പരീക്ഷ നന്നായി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ധന്യവാദ്. 10ാം ക്ലാസ് ഹിന്ദി മാതൃകാ ചോദ്യപേപ്പർ അവലോകനമാണ് കൂട്ടുകാർ ഇതുവരെ കേട്ടത്. പരിചയപ്പെടുത്തിയത് വെഞ്ഞാറമ്മൂട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സഫീന BVS. SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായി വിജയവാണി പ്രക്ഷേപണം ചെയ്ത അധ്യായങ്ങൾ ആകാശവാണി തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. In the new question pattern, appreciation can be asked in 2 different ways. One is simply asking to write an appreciation of the poem, giving emphasis to the theme and poetic devices used. The other type is to compare and contrast the poem with another poem with similar or opposite theme. മറക്കാതെ കേൾക്കുക വിജയവാണി SSLC പരീക്ഷാ സഹായി. വിജയവാണി SSLC പരീക്ഷാ സഹായി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.